എനിക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. അതിർത്തി എന്നൊക്കെ ചുമ്മാ എഴുതാം. എനിക്കൊരു അതിർത്തിയില്ല. ഐ എം വെരി ഹാപ്പി. കാരണം ഞാൻ ആ നിലയിൽ പ്രവർത്തിച്ചിടത്തെല്ലാം പ്രവർത്തനം ഇങ്ങനെ നിൽക്കുന്നുണ്ട്, എല്ലാവർക്കും കാണാതെ. ഇപ്പോൾ ഈ റോഡ് തന്നെ കണ്ടെങ്കിൽ വന്ന റോഡ് കഴിഞ്ഞ ഗവൺമെൻറ് ഉണ്ടാക്കിയല്ലേ. പെരുമ്പടം പാലം 100 കോടി ഉദ്ഘാടനം ചെയ്യാൻ പോകില്ലേ. 30 40 വെക്കുന്നു. കാരണം എന്ത് മനോഹരമാണത്. ഇതെല്ലാം കഴിഞ്ഞ ഗവൺമെൻറ് ഉണ്ടാക്കിയല്ലേ. പിണറായി ഗവൺമെൻറ്, ആദ്യത്തെ ഗവൺമെൻറ്. എനിക്ക് ചുമതലയല്ലായിരുന്നു. ചുമതല നിന്ന് എവിടെയെങ്കിലും ഒരു പുറകോട്ടടി ഉണ്ടായിട്ടുണ്ട്. സഹകരണത്തിലിരുന്നു, ദേവസ്ഥയിലിരുന്നു, കയറിലിരുന്നു, PWDയിലിരുന്നു, രജിസ്ട്രേഷനിലിരുന്നു. ഒരു തിരിച്ചടി ഉണ്ടായില്ലല്ലോ. പാർട്ടിക്കും ഗവൺമെൻറ്റിനും ഗുണവും 10 വോട്ട് കിട്ടുകയും ഒരുപാട് പേരുടെ പിന്തുണ എൻ്റെ കിട്ടിയുള്ളൂ. ആലപ്പുഴയൊക്കെ 9-ൽ 8 സീറ്റ് എങ്ങനെ കിട്ടി? കഴിഞ്ഞ തവണയും കിട്ടി, ഇത്തവണയും കിട്ടി ഇല്ലേ? ഈ പ്രവർത്തനം കൊണ്ടല്ലേ. മുമ്പ് കിട്ടിയിരുന്നില്ലല്ലോ. എത്രയോ ജില്ലകളിൽ 2-3 സീറ്റ് പോയി. അപ്പോൾ ആലപ്പുഴയിൽ നിന്ന് വളരെ ഉയരത്തിലല്ല നിൽക്കുന്നത് എല്ലാം കൊണ്ടും. അതിലൊക്കെ ഞങ്ങളുടെ പാർട്ടി തന്ന ചുമതല ഭംഗിയായിട്ട് നിർവഹിച്ചു കൊടുത്തവരുടെ കൂടെ പങ്കാളിത്തം ഉണ്ടതിൽ. അത് ജനങ്ങൾക്കറിയാം. ആ സന്തോഷം പോലെ പിന്നെന്താ വേണ്ടേ? ഞാനിപ്പോൾ കെ പ്രസാദിന്റെ ഭാര്യ മരിച്ചിടത്ത് പോയി. ഞാൻ ചെന്നപ്പോൾ 6 മണിയായി കാണും. അപ്പോൾ ഒരു 10-200 പേർ കസേരയിട്ട് ഇങ്ങനെ ഇരിപ്പുണ്ട് ചുറ്റും ബോഡി. പ്രസാദുണ്ട്. ഞാൻ ആദ്യം പ്രസാദിനെ കണ്ടു. പ്രസാദുമായിട്ട് ഞാൻ ചേർന്ന് നിന്നു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. ഞാൻ അറിഞ്ഞില്ല ഇവർ എഴുന്നേറ്റ് കാര്യം. അവിടെ ഇരിക്കുന്നവർ മൊത്തം പ്രായ വ്യത്യാസമില്ല, എഴുന്നേറ്റ് നിൽക്കുക. ഞാൻ പിന്നെ അവിടെ ഇരുന്നു. അപ്പോൾ എന്നോട് NR ബാബുരാജ് ജില്ലാ കമ്മിറ്റി മെമ്പർ പറഞ്ഞു, സാറ് വന്നപ്പോൾ മൊത്തം ആൾ എഴുന്നേറ്റ് സാറ്. ഞാൻ പറഞ്ഞത് എന്താ കാര്യം? അതങ്ങനെയാന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനേക്കാൾ കൂടുതൽ സന്തോഷമാണ് വേണ്ടത്. 10-80 വയസ്സായ കാരണവന്മാർ പോലും നമ്മുടെ അവിടെ ഒരു ബഹുമാനവും സ്നേഹവും കാണിക്കുന്നത് നേരത്തുള്ളൂ. അവർക്ക് പേഴ്സണലായിട്ട് ഞാനൊന്നും ചെയ്തു കൊടുത്തിട്ടുണ്ടാവില്ല. ഇല്ല. ഇതൊക്കെയാണ് രാഷ്ട്രീയത്തിലുള്ള നമുക്ക് കിട്ടുന്ന പ്രതിഫലം. അല്ല MLAയുടെ ശമ്പളമോ പെൻഷനോ മാത്രമല്ല. 35,000 രൂപയാണ് പെൻഷൻ കിട്ടുന്നത്. ഡൽഹിയിൽ ഇരിക്കുന്ന KB തോമസിന് 12 ലക്ഷം രൂപ യാത്ര ചെലവ് മാസം, 2 ലക്ഷം 3 ലക്ഷം രൂപ ശമ്പളം മാസം. അയാൾക്ക് കോളേജ് പ്രൊഫസറുടെ പെൻഷൻ, MLAയുടെ പെൻഷൻ, MP-യുടെ പെൻഷൻ, പിന്നെ ഈ ശമ്പളവും. ഒരു മാസം എത്ര ലക്ഷം രൂപയ്ക്ക് കിട്ടും? ഇത് പുഴുക്കത്തില്ല. എന്തിനാ ഇത്രയും പൈസ? ഇത്രയും പൈസ 10-30 ലക്ഷം രൂപയല്ലേ കിട്ടുന്നത് ഒരു മാസം കയ്യിൽ. അതാണ് പഴയ കോൺഗ്രസ്സുകാരൻ DCC പ്രസിഡന്റ് ഞങ്ങൾക്കെതിരെ ഇലക്ഷൻ മത്സരിച്ച ആള്. അതുപോട്ടെ നമ്മുടെ ഭാഗത്തേക്ക് വന്നു, നമ്മൾ അദ്ദേഹത്തെ പരിഗണിച്ച്. ഞാൻ പറഞ്ഞത് അങ്ങനെയൊക്കെ ഒരാളുള്ളപ്പോൾ എനിക്ക് 35,000 രൂപ പെൻഷൻ മാത്രമേ ഉള്ളൂ. എൻ്റെ വൈഫിൻ്റെ പെൻഷൻ വേറെ, കോളേജിൽ പോകുമ്പോൾ അതവർ വീട്ടാവശ്യത്തിനൊക്കെ അത് ഉപയോഗിക്കുന്നു. ഇതിൽ നിന്നാണ് ഞാൻ 9,000 രൂപ ലഭ്യ കൊടുത്തത്. ഞാൻ കൊടുത്തു. അതെൻ്റെ പാർട്ടി ബോധം. അല്ല, അയാൾ ഡൽഹിയിലല്ല. അയാൾക്ക് അത് ഞാനൊന്നും ധാരണപ്പെടുന്നത്. ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞു. അയാൾ ഫ്ലൈറ്റിൽ പോയി വരണ്ടേ? ഒരു മാസം ഒരു 10 തവണ പോവുകയാണെങ്കിൽ രൂപ എത്ര ആവും? ചിലപ്പോൾ എല്ലാ ദിവസവും പോയിട്ട് വരികയാണെന്ന് ആർക്കറിയാം. അപ്പം പോയിട്ട് വരാമല്ലോ അങ്ങനെ. അപ്പം അതിന് ചിലവുണ്ട്. അപ്പോൾ ഞങ്ങളൊക്കെ ഒരു ഇതുപോലെ തന്നെ മന്ത്രിയായിരുന്നു, MLA ആയിരുന്നു, പാർട്ടിയുടെ ഇതായിരുന്നു, ജില്ലാ സെക്രട്ടറി ആയിരുന്നു. വെറും 35,000 രൂപ പ്രതിമാസം വരുമാനമുള്ളൂ. അത് MLA ആയതുകൊണ്ടല്ലേ, അതും കാണത്തില്ല. MLA അല്ലായിരുന്നു എനിക്കൊരു വരുമാനം ഉണ്ടാവില്ലായിരുന്നു. ഞങ്ങൾക്കതിനൊന്നും ഒരു വിഷമമില്ല എന്ന് പറയുകയാണ്. ആർക്കും കൊടുത്തതിനുമില്ല. ഞാൻ പറയുകയാണ് കൊടുത്തതിലൊന്നും എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല.